ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നീലാചല നിവാസായ നിത്യായ പരമാത്മനെ ശ്രീബലഭദ്ര സുഭദ്രാഭ്യാം ജഗന്നാഥായ തേ നമ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനെ. നമോ ഓമാചാര്യപാദായ അന്യതായ കൃപപ്രദായിനെ ഗൗരകഥാധാമദായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മള് ശ്ലോകം 64, ആദിലീല 1-ാം അധ്യായത്തിലെ 64-ാമത്തെ ശ്ലോകം. സൈ ഭക്തഗണ ഹയ ദ്വിവിധ പ്രകാര പാരിഷദ്ഗണ ഏക സാധക ഗണ ആര. ഹരേ കൃഷ്ണ. ആരെങ്കിലും ചൊല്ലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദേവായ. സൈ ഭക്ത ഗണ ഹയ ദ്വിവിധ പ്രകാര പാരിഷദ് ഗണ ഏക സാധക ഗണ ആര. ഹരേ കൃഷ്ണ. ഹരേ നമോ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. സൈ ഭക്തി ഗണാഹയ വിവിധ പ്രകാര പാരിദർശന ഗണക ഏക സാധക ഗണ ആര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സേ ഈ ഭക്തഗണ ഭക്തർ, ഹയ ആകുന്നു, ദ്വിവിധ രണ്ടു വിധത്തിൽ, പ്രകാര വൈവിധ്യങ്ങൾ, പാരിഷദ് ഗണ പാർഷദ ഭക്തന്മാർ, ഏക ഒന്ന്, സാധക ഗണ നവഭക്തർ, ആര മറ്റുള്ളവർ. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദരുടേത്. ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. അത്തരം പരിശുദ്ധ ഭക്തർ രണ്ടു തരത്തിലുണ്ട്, പാർഷദന്മാരും നവഭക്തന്മാരും, അതായത് സാധകന്മാർ. ഭാവാർത്ഥം. ഭഗവാന്റെ പരിപൂർണ സേവകർ അവിടുത്തെ പാർഷദന്മാരായി പരിഗണിക്കപ്പെടുന്നു. അതേസമയം പരിപൂർണതയ്ക്ക് വേണ്ടി നിൽക്കുന്നവരെ സാധക ഭക്തരെന്ന് വിളിക്കുന്നു. സഹചാരികളിൽ ചിലർ ഭഗവാന്റെ ഐശ്വര്യങ്ങളാൽ ആകർഷിക്കപ്പെടുമ്പോൾ മറ്റുള്ളവർ മാധുര്യ രസത്താൽ ആകർഷിക്കപ്പെടുന്നു. ഇതിൽ ആദ്യ വിഭാഗം ഭക്തർക്ക് ഭക്തി ആദര പുരസ്സര സേവനത്തിനായി വൈകുണ്ഠത്തിലും, രണ്ടാം വിഭാഗം ഭക്തർക്ക് ശ്രീകൃഷ്ണന്റെ നേരിട്ടുള്ള സേവനത്തിനായി ഗോലോക വൃന്ദാവനത്തിലും സ്ഥാനം നൽകപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ രണ്ടു തരത്തിലുള്ള ഭക്തരെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ പരിശുദ്ധ ഭക്തരെ കുറിച്ചിട്ടുള്ളതാണ് ഈ ശ്ലോകം. പരിശുദ്ധ ഭക്തർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളെ പോലെയല്ല, നമ്മളൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉള്ളിൽ വെച്ചിട്ടാണ് ഭഗവാന്റെ ഭക്തി പരിശീലിക്കുന്നത്, ഇല്ലേ? പക്ഷേ പരിശുദ്ധരായിട്ടുള്ള ഭക്തര്, അതായത് പ്യുവർ ഡിവോട്ടീസ്, ഒരിക്കലും അങ്ങനെയല്ല. അവർക്ക് ഭൗതികമായിട്ട് യാതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളില്ല, കർമ്മത്തിനോടുള്ള ആഗ്രഹമില്ല, ജ്ഞാനം നേടാനുള്ള ആഗ്രഹമില്ല. അവരാഗ്രഹിക്കുന്നത് എന്താണ്? ഭഗവാന്റെ സേവനം മാത്രം. അവർക്ക് സാക്ഷാത്കാരം പോലും അവർ ആഗ്രഹിക്കുന്നില്ല. അവർ ഓൾറെഡി സാക്ഷാത്കാര തലത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ്. പക്ഷേ അവര് ഭഗവാന് വേണ്ടി എത്ര ജന്മം വേണമെങ്കിലും എടുക്കാൻ അവർ തയ്യാറാണ്. അവർക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എത്ര ജന്മം എടുത്താലും വേണ്ടില്ല, ഭഗവാന് സേവനം ചെയ്ത് ഭഗവാനെ സന്തുഷ്ടനാക്കുക. പക്ഷെ നമ്മളൊക്കെ ആണെങ്കിലോ എന്തെങ്കിലുമൊക്കെ ആഗ്രഹത്തോടാണ് നമ്മൾ ഭക്തിയിലേക്ക് വരുന്നത്. ആഗ്രഹം സാധിച്ചില്ലെങ്കിലോ നമ്മൾ അപ്പോൾ അത് ഉപേക്ഷിക്കുകയും ചെയ്യും, ഇല്ലേ? നമ്മൾ ഇത്രയധികം മാല ജപിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, എന്നിട്ടും എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടപ്പിലാകാത്തത് എന്നാണ് നമ്മൾ ചിന്തിക്കുക.
ഇതാണ് ശുദ്ധഭക്തരും ഭക്തി പരിശീലിക്കുന്നവരും തമ്മിലുള്ള പേരാണ്. നമ്മളെ ഭക്തിമാർഗത്തിലെ ഭക്തരെന്ന് പറയാനുള്ള യോഗ്യത പോലും നമുക്കില്ല. നമ്മൾ ഭക്തിയുടെ പാതയിൽ നമ്മൾ പിച്ച് വെച്ച് നടന്നിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള പരിശുദ്ധ ഭക്തര് രണ്ട് തരത്തിലുണ്ട്. അതായത് പാർഷദർ അനുയായികളുണ്ട്, പിന്നെ നവഭക്തര്. നവഭക്തർ എന്ന് പറഞ്ഞാല് നമ്മള് സാധകര്. അപ്പൊ ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ പരിപൂർണ സേവകന്മാർ അവിടുത്തെ പാർഷദന്മാരായിട്ട് പരിഗണിക്കപ്പെടുന്നു. അവര് ഭഗവാന്റെ അനുയായികളാണ്. അതേസമയം പരിപൂർണതയ്ക്ക് വേണ്ടി നിൽക്കുന്നവരെ സാധക ഭക്തരെന്ന് വിളിക്കുന്നു. അതായത് നമ്മളൊക്കെ സാധകരാണ്, ഭക്തിമാർഗത്തിൽ വന്ന് ഭക്തി പരിശീലിക്കുന്നവർ മാത്രമാണ് നമ്മൾ. അപ്പം പ്യുവർ ഡിവോട്ടീസ്, അതായത് ശുദ്ധ ഭക്തരെന്ന് പറയുമ്പോൾ അവർക്ക് യാതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ല. ഭഗവാന് സേവനം സേവനം ഇത് മാത്രം, സേവനം ചെയ്ത് ഭഗവാനെ സന്തോഷിപ്പിക്കുക, ഇത് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ളവരാണ് ഭഗവാന്റെ പരിശുദ്ധ ഭക്തരെന്ന് പറയുന്നവര്. അങ്ങനെയുള്ളവര് ഭഗവാന്റെ അസോസിയേറ്റ്സ് ആണ്, അല്ലെങ്കിൽ അനുയായികളായിട്ടാണ് അങ്ങനെയുള്ളവരെ കണക്കാക്കുന്നത്. അതേസമയം നമ്മൾ സാധകരും, നമുക്ക് നമ്മളുടെ ലക്ഷ്യം അറിയാം ഇല്ലേ, ഭഗവത് പ്രാപ്തി, ആ പരിപൂർണതയുടെ തലത്തിൽ എത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷെ നമ്മൾ ശുദ്ധഭക്തരാണ്. കാരണം എന്താ, നമ്മളൊക്കെ ഭഗവാന്റെ അംശമാണ് ഇല്ലേ. അതുകൊണ്ട് നമ്മളെ ശുദ്ധഭക്തരായിട്ട് പറയാം. പക്ഷെ നമ്മൾ ശരിക്കും ശുദ്ധഭക്തരല്ല. കാരണം നമ്മളുടെ ഉള്ളില് മാലിന്യങ്ങളുണ്ട്. നമ്മൾ ഭഗവാനെ സേവനം ചെയ്തും തിരുനാമം ജപിച്ചും ഭഗവാനെ കുറിച്ച് കേട്ടും ഒക്കെ നമ്മളുടെ ഉള്ളിലെ മാലിന്യങ്ങൾ നീങ്ങണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ശുദ്ധഭക്തരുടെ തലത്തിൽ എത്തിച്ചേരാനേ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പരിശ്രമിച്ച് സേവനം ചെയ്തും ഭഗവാനെ കുറിച്ച് ശ്രവിച്ചും ഒക്കെ നമ്മളുടെ ഉള്ളിലെ കൽമഷങ്ങള് പാപങ്ങളൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ നമ്മളും ആ ശുദ്ധഭക്തരുടെ തലത്തിൽ എത്തിച്ചേരും. അതിനെന്ത് വേണം, നമുക്ക് ശ്രീല പ്രഭുപാദരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിക്കണം. 16 മാല ജപിക്കുക, ശാസ്ത്രങ്ങൾ വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, ഭഗവാനെ കുറിച്ച് ശ്രവിക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്താല് നമ്മളുടെ ഗുരുവിന്റെയും ഭഗവാന്റെയും കൃപ കൊണ്ട് നമ്മൾക്ക് ആ ശുദ്ധഭക്തരുടെ ആ തലത്തിലേക്ക് എത്തിച്ചേരാന് നമുക്ക് സാധിക്കും. അപ്പൊ ഇവിടെ രണ്ട് തരത്തിലുള്ള ഭക്തരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് ഭഗവാന്റെ ഐശ്വര്യഭാവത്തെ ആരാധിക്കുന്നവര്. അതായത് ഐശ്വര്യഭാവം എന്ന് പറയുമ്പം വൈകുണ്ഠത്തിലെ, അതായത് മഹാവിഷ്ണു, നാരായണൻ, ചതുർഭുജ രൂപം, എല്ലാവിധ ഐശ്വര്യങ്ങളോടും കൂടിയാണ് വൈകുണ്ഠ ലോകത്തിലെ മഹാവിഷ്ണു വാണരുളുന്നത്. അപ്പൊ ഭഗവാന്റെ ഐശ്വര്യഭാവത്തെ ആരാധിക്കുന്നവരെവിടെ എത്തും, ആ വൈകുണ്ഠ ലോകങ്ങളിൽ എത്തും. അതേസമയം ഭഗവാന് സേവനം ചെയ്ത് ആ എന്താ പറയുക സാക്ഷാത്കാര തലത്തിലെത്തി ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേർന്ന ഭഗവാന് സേവനം ചെയ്ത ഭഗവാനുമായിട്ട് ആനന്ദം പങ്കിട്ട് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവര് എവിടെ എത്തും, അതായത് മാധുര്യ രസത്തില് ഭഗവാനെ ആരാധിക്കുന്നവര് ഗോലോകധാമത്തിൽ എത്തിച്ചേരും. ഇപ്പൊ നമ്മളൊക്കെ അതിനായിട്ട് പരിശ്രമിക്കുകയാണ് ഇല്ലേ. നമ്മൾ ഐശ്വര്യഭാവത്തിലല്ല ഭഗവാനെ ആരാധിക്കുന്നത്. നമ്മള് ഗോലോകവാസിയായ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിച്ച് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയും സേവനം ചെയ്തും നമ്മൾക്കും ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേർന്ന് അവിടെ ഭഗവാനെ ഡയറക്റ്റായിട്ട് സേവനം ചെയ്ത് ഭഗവാനുമായിട്ട് ആനന്ദം പങ്കിടണം. ഇതാണ് നമ്മളുടെ ലക്ഷ്യം ഇല്ലേ. അപ്പം അങ്ങനെ ആ മാധുര്യ രസത്തില് ഭഗവാന്റെ പ്രേമഭക്തി കിട്ടണം, അതാണ് നമ്മളുടെ ആഗ്രഹം. ആ പരിപൂർണതയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ അതിൽ വിജയിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഭഗവാന്റെ ധാമത്തിൽ നമ്മൾക്ക് എത്തിച്ചേരാന് നമുക്ക് സാധിക്കും. അതാണ് ഇവിടെ ഭാവാർത്ഥത്തില് ശ്രീല പ്രഭുപാദര് പറയുന്നത്. അപ്പൊ ഇത് ഗുരുവിന്റെയും ഭഗവാന്റെയും കൃപയ്ക്ക് അനുസരിച്ചിരിക്കും. നമ്മൾ പരിശ്രമിക്കുക, ഫലം തരുന്നത് നമ്മളുടെ ഗുരുവും ഭഗവാനുമാണ്. അവരുടെ മേഴ്സി അനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ വിജയം. ഇനി നമുക്ക് അടുത്ത ശ്ലോകം 65. ഈശ്വരേര അവതാര ഏതിന പ്രകാര अंश अवतार आर्य गुण अवतार शक्त्यावेश अवतार तृतीय एमत अंश अवतार पुरुष मत्स्याधिका यथा. हरे कृष्ण. हरे कृष्ण महाराज. वासुदेवाय. हरे कृष्ण. ഈശ്വരേര അവതാര ഏതുന പ്രകാര अंश अवतार आर्य गुण अवतार
ശക്ത്യാവേശ അവതാര തൃതീയ അത अंश अवतार पुरुष मत्स्याधिकायत हरे कृष्ण माताजी। ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഈശ്വരേര അവതാര യതിന പ്രകാര അംശാവതാര ആരഗുണ അവതാര ശക്തവേശ അവതാര തൃതീയ മത അംശാവതാര പുരുഷ മത്സ്യാധികായ. ഹരേ കൃഷ്ണ. ഈശ്വരന്റെ അവതാരങ്ങൾ ഏതിന് ഈ മൂന്ന് പ്രകാര തരത്തിലുള്ള അംശാവതാര ഭാഗിക അവതാരങ്ങൾ, ഗുണാവതാര ഗുണപരമായ അവതാരങ്ങൾ, ശക്തിയാവേശ അവതാര ശക്തി ആവാഹിക്കപ്പെട്ട അവതാരങ്ങൾ, തൃതീയ മൂന്നാമത്തെ ഏമത അപ്രകാരം അംശാവതാര ഭാഗിക അവതാരങ്ങൾ, പുരുഷാവതാരങ്ങൾ, മത്സ്യാവതാരം, ആദിയായവ, എല്ലാം. വിവർത്തനം. പരമോന്നതനായ ഭഗവാന് 3 വിഭാഗങ്ങളിലുള്ള അവതാരങ്ങളുണ്ട്: അംശാവതാരം, ഗുണാവതാരം, ശക്തിയാവേശ അവതാരം. അംശാവതാരങ്ങൾക്കുള്ള ഉദാഹരണമാണ് പുരുഷാവതാരങ്ങളും മത്സ്യാവതാരങ്ങളും. ഇതൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഭാഗവതത്തിൽ ഇതേ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഭഗവാന് 3 തരത്തിലുള്ള അവതാരങ്ങളുണ്ട്. അവതാരങ്ങൾ അനന്തമാണ്, പലതരത്തിലുള്ള അവതാരങ്ങളുണ്ട്. പക്ഷെ ഇവിടെ 3 തരത്തിലുള്ള അവതാരങ്ങളെ എടുത്തു പറയുകയാണ് ഇതില്. അത് ഏതൊക്കെയാണ്? അംശാവതാരം, ഗുണാവതാരം, ശക്തിയാവേശ അവതാരം. ഇതുകൂടാതെ ആവേശാവതാരങ്ങളുണ്ട്, പിന്നെ ലീലാവതാരങ്ങളുണ്ട്, ഇല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഗുണാവതാരം എന്ന് പറഞ്ഞാല് ത്രിഗുണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അവതാരം. അതായത് സത്വം, രജസ്, തമസ്, ഇതാണ് ത്രിഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള അവതാരം. അതായത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര് ഗുണാവതാരത്തിൽ പെടുന്നതാണ്. പിന്നീട് പറയുന്നത് എന്താണ്? അംശാവതാരം, ഇല്ലേ? അതായത് ഭഗവാന്റെ അംശം, അതായത് പുരുഷാവതാരങ്ങള് അംശാവതാരത്തിൽ പെടുന്നതാണ്. പിന്നെ അതായത് കാരണോദശായി വിഷ്ണു, അതായത് മഹാവിഷ്ണു, ഗർഭോദശായി വിഷ്ണു, ക്ഷീരോദശായി വിഷ്ണു. ഇതുകൂടാതെ മത്സ്യകൂർമ്മ അവതാരങ്ങള്, ഇതൊക്കെ ഇതിനെക്കുറിച്ച് വീണ്ടും അടുത്ത ശ്ലോകങ്ങളിൽ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് ശക്തിയാവേശ അവതാരം, അതായത് ഭഗവാന്റെ ശക്തി ആവേശിച്ചു വരുന്നത് എന്തിനു വേണ്ടിയിട്ട്? ഒരു പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രത്യേക ഒരു ലക്ഷ്യത്തോടെ വരുന്നത്, ഭഗവാന്റെ ശക്തിയും കൊണ്ട് വരുന്നത്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ വ്യാസദേവൻ, ഇല്ലേ? വ്യാസദേവൻ, പിന്നെ ഋഷഭദേവന്, പൃഥു ചക്രവർത്തി, ശ്രീല പ്രഭുപാദര് ഒക്കെ ശക്തി ആവേശ അവതാരങ്ങളാണ്. ഒരു പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഭൗതിക ലോകത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇനി അടുത്ത ശ്ലോകം. ബ്രഹ്മ വിഷ്ണു ശിവ തിന ഗുണാവതാരേ ഗണി ശക്തിയാവേശ സനകാദി പൃഥു വ്യാസ മുനി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഞാൻ വായിച്ചോളൂ. ശ്ലോകം 67. ബ്രഹ്മ വിഷ്ണു ശിവാദീന ഗുണാവതാര ഗണി ശക്ത്യാവേശ സനകാദി പൃഥു വ്യാസ മുനി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനമായിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഗുണാവതാരങ്ങളാണ്. കുമാരന്മാർ പൃഥു, വ്യാസമുനി, വേദങ്ങളുടെ സമാഹർത്താവ് എന്നിവർ ശക്തി ആവേശ അധികാരപ്പെടുത്തപ്പെട്ട അവതാരങ്ങളും. അത് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ത്രിഗുണങ്ങളെ അടിസ്ഥാനമാക്കി ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരര്, സത്വം, രജസ്, തമസ്, ഈ 3 ഗുണങ്ങൾ. അതായത് ബ്രഹ്മാവ് രജോ ഗുണം, വിഷ്ണു സത്വഗുണം, ശിവൻ തമോ ഗുണം. അതായത് സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് വേണ്ടിയിട്ടാണ് ഈ ഗുണാവതാരങ്ങൾ. പിന്നീട് 4 കുമാരന്മാർ: സനകൻ, സനന്ദൻ, സനൽകുമാരൻ, സനാതനൻ. ഇങ്ങനെ 4 കുമാരന്മാര്, പൃഥു ചക്രവർത്തി, വേദവ്യാസൻ, ഇവരെ, പിന്നെ നമ്മുടെ ശ്രീല പ്രഭുപാദർ. ഇതൊക്കെ ശക്തി ആവേശ അവതാരങ്ങൾ. അവരൊക്കെ ഈ ഭൗതിക ലോകത്തിൽ വേണ്ടിയിട്ടാണ്
ഒരു ഭഗവാന്റെ നിയോഗിക്കപ്പെട്ടവരാണ്. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് അവർ ഈ ഭൗതിക ലോകത്തിൽ വന്നിരിക്കുന്നത്, ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളതാണ് ശക്തി അവേശ അവതാരങ്ങൾ എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. ഇനി 68. ദ്വീരൂപേ ഹയ ഭഗവാനേര പ്രകാശ ഏകേത പ്രകാശ ഹയ ആരേത വിലാസ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ ആ, മാതാജി. ഹരേ കൃഷ്ണ. രൂപേഹായ ഭഗവാനേര പ്രകാശ ഏകേത പ്രകാശായ ആരേത വിലാസ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദ്വീരൂപേ, രണ്ട് രൂപങ്ങളിൽ, ഹയ ആകുന്നു, ഭഗവാനേര ഭഗവാന്റെ, പ്രകാശ ആവിഷ്കാരങ്ങൾ, ഏകേ ഒന്നിൽ, ത തീർച്ചയായും, പ്രകാശ പ്രകാശ വിഗ്രഹം, ഹയ ആകുന്നു, ആരെ മറ്റേതിൽ, ത തീർച്ചയായും, വിലാസ ലീലാ വിഗ്രഹം. വിവർത്തനം. പ്രകാശം, വിലാസം എന്നിങ്ങനെ രണ്ട് രൂപങ്ങളിൽ ഭഗവാൻ സ്വയം പ്രത്യക്ഷപ്പെടുന്നു. ഭാവാർത്ഥം. പരമപുരുഷൻ തന്റെ മൗലികമായ രൂപത്തെ രണ്ട് തരത്തിൽ വിസ്തരിപ്പിക്കുന്നു. പ്രകാശ രൂപങ്ങൾ ഭഗവാൻ കൃഷ്ണൻ തന്റെ ലീലകൾക്കായി ആവിഷ്കരിക്കുന്നതാണ്. അവയുടെ സവിശേഷതകളും ശരിക്കും അവിടുത്തേതുപോലെ തന്നെയാണ്. ദ്വാരകയിൽ 16,000 രാജ്ഞിമാരെ വിവാഹം ചെയ്തപ്പോൾ 16,000 പ്രകാശ വിസ്തരണങ്ങളിലൂടെയാണ് ഭഗവാൻ അത് നിർവഹിച്ചത്. അതുപോലെ രാസനൃത്തത്തിൽ ഒരേ സമയം എല്ലാ ഗോപികമാർക്കും ഒപ്പം നടനമാടുന്നതിന് അവിടുന്ന് സ്വയം താതാത്മ്യമുള്ള പ്രകാശ രൂപങ്ങളായി വിസ്തരിച്ചു. എന്നാൽ വിലാസ വിസ്തരണങ്ങൾ പ്രത്യക്ഷമാക്കുമ്പോൾ അവയെല്ലാം അവയുടെ ശാരീരിക സവിശേഷതകളിൽ അല്പം വ്യത്യസ്തമായിരിക്കും. കൃഷ്ണന്റെ ആദ്യത്തെ വിലാസ വിസ്തരണം ബലരാമനാണ്. വൈകുണ്ഠത്തിലെ ചതുർഭുജ നാരായണ രൂപങ്ങളാകട്ടെ ബലരാമനിൽ നിന്ന് വിസ്തരിച്ചതാണ്. കൃഷ്ണന്റെയും ബലരാമന്റെയും ശാരീരിക വർണ്ണങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്നതൊഴിച്ചാൽ അവരുടെ രൂപങ്ങൾക്ക് തമ്മിൽ ഒരു ഭിന്നതയുമില്ല. വൈകുണ്ഠത്തിൽ നാരായണന് 4 കരങ്ങളുണ്ട്, എന്നാൽ കൃഷ്ണന് 2 ഉള്ളൂ. അത്തരം ശാരീരിക ഭിന്നതകൾ പ്രദർശിപ്പിക്കുന്ന ഭഗവാന്റെ വിസ്തരണങ്ങൾ വിലാസ വിഗ്രഹങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഇവിടെ വേറെ 2 തരത്തിലുള്ള വിസ്തരണങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രകാശ വിസ്തരണം, വിലാസ വിസ്തരണം. അതായത് ഭഗവാന്റെ ലീലകൾക്ക് വേണ്ടി സ്വയം വിസ്തരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ വിസ്തരണം എന്ന് പറയുന്നത് ആരാണ്? ബലരാമൻ. ബലരാമന് ശ്രീകൃഷ്ണന് തമ്മില് വ്യത്യാസമുണ്ടോ? ഇല്ലെന്ന് തന്നെ പറയാം. നിറത്തിലും ലീലകളിലും വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം കൃഷ്ണനും ബലരാമനും ഒന്ന് തന്നെയാണ്. പരമപുരുഷൻ തന്റെ മൗലികമായ രൂപത്തെ, അതായത് ത്രിഭംഗസുന്ദരനായ ശ്യാമസുന്ദര രൂപത്തെ 2 തരത്തിൽ വിസ്തരിപ്പിക്കുന്നു. അതായത് പ്രകാശരൂപം, വിലാസ രൂപങ്ങൾ. പ്രകാശ വിസ്തരണം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ലീലകൾക്ക് വേണ്ടിയാണ് ഭഗവാൻ ആ വിസ്തരണങ്ങൾ നടത്തുന്നത്. അതും ഈ പ്രകാശ വിസ്തരണങ്ങൾ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ആ വിസ്തരണങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ദ്വാരകയിലെ 16,108 പത്നിമാര് ഇല്ലേ, ഓരോ പത്നിമാരുടെ അടുത്തും ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്നു. ഭഗവാന്റെ രൂപത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു? ഇല്ല. ആ ഗോലോകധാമത്തിലുള്ള അതേ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് 16,108 വിസ്തരിച്ചിട്ട് ഓരോ പത്നിമാരുടെയും ഒപ്പം ഓരോ കൃഷ്ണൻ, അങ്ങനെ അവർക്ക് തങ്ങളുടെ ആ പ്രിയപ്പെട്ട കൃഷ്ണൻ തങ്ങളോടൊപ്പം ഉണ്ട് സദാസമയം. ആ ഒരു തോന്നലാണ് അവർക്ക് അനുഭവപ്പെട്ടത്. നാരദ മഹർഷി ഭഗവാനെ പരീക്ഷിക്കാനായിട്ട് ദ്വാരകയിൽ വരും അല്ലെ. ഓരോ അന്തപുരത്തിലും കയറി ഇറങ്ങുമ്പോൾ ഭഗവാൻ ഓരോ അന്തപുരത്തിലും ഉണ്ട്, ഓരോ പത്നിമാരുടെയും കൂടെ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ചിലടത്ത് ഗ്രഹത്തിലെ കാര്യങ്ങൾ നോക്കുന്നു, ചിലടത്ത് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രകാശ വിസ്തരണമാണ്. അതുപോലെ രാസലീലയിലെ ഓരോ ഗോപിക്കും തങ്ങളോടൊപ്പം കൃഷ്ണനുണ്ട് ഇല്ലേ, അതും പ്രകാശ വിസ്തരണമാണ്. ഇതിലൊക്കെ ഭഗവാന്റെ രൂപത്തിന് എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ? ഇല്ല. ഭഗവാന്റെ അതേ രൂപം തന്നെയാണ്. അതാണ് പ്രകാശ വിസ്തരണം എന്ന് പറയുന്നത്. ദ്വാരകയിൽ 16,000 രാജ്ഞിമാരെ വിവാഹം ചെയ്തപ്പോൾ 16,000 പ്രകാശ വിസ്തരണങ്ങളിലൂടെയാണ് ഭഗവാൻ അത് നിർവഹിച്ചത്. അതുപോലെ രാസനൃത്തത്തിൽ ഒരേ സമയം എല്ലാ ഗോപികമാർക്കും ഒപ്പം നടനമാടുന്നതിന് അവിടുന്ന് സ്വയം താതാത്മ്യമുള്ള പ്രകാശ രൂപങ്ങളായി വിസ്തരിച്ചു.
എന്നാൽ വിലാസ വിസ്തരണങ്ങൾ പ്രത്യക്ഷമാക്കുമ്പോൾ അവയെല്ലാം അവയുടെ ശാരീരിക സവിശേഷതകളിൽ അല്പം വ്യത്യസ്തമായിരിക്കും. വിലാസ വിസ്തരണം ശാരീരികമായിട്ട് വ്യത്യാസമുണ്ട്. കൃഷ്ണന്റെ ആദ്യത്തെ വിലാസ വിസ്തരണം ബലരാമനാണ്. വൈകുണ്ഠത്തിലെ ചതുർഭുജ നാരായണ രൂപങ്ങളാകട്ടെ ബലരാമനിൽ നിന്ന് വിസ്തരിച്ചതാണ്. ബലരാമനിൽ നിന്നാണ് എല്ലാ വിസ്തരണങ്ങൾ, പുരുഷാവതാരങ്ങൾ ഇതെല്ലാം തന്നെ വന്നിരിക്കുന്നത് ബലരാമനിൽ നിന്നാണ്. പക്ഷെ അവയ്ക്കൊക്കെ വ്യത്യാസമുണ്ട് ഇല്ലേ? ശാരീരികമായി ബലരാമന്റെ നിറത്തിൽ വ്യത്യാസമുണ്ട്, അതുപോലെ ലീലകൾക്ക് വ്യത്യാസമുണ്ട്, അതുപോലെ ചതുർഭുജ രൂപങ്ങൾ അത് കാരണോദശായി വിഷ്ണു, ക്ഷീരോദശായി വിഷ്ണു, ഗർഭോദശായി വിഷ്ണു ഇതെല്ലാം വ്യത്യസ്തമാണ്. ചതുർഭുജ രൂപമാണ്, ശാരീരമായിട്ട് വ്യത്യാസമുണ്ട്, ലീലകൾക്ക് വ്യത്യാസമുണ്ട് ഇല്ലേ? കൃഷ്ണന്റെയും ബലരാമന്റെയും ശാരീരിക വർണ്ണങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്നതൊഴിച്ചാൽ അവരുടെ രൂപങ്ങൾക്ക് തമ്മിൽ ഒരു ഭിന്നതയുമില്ല. വൈകുണ്ഠത്തിലെ നാരായണന് 4 കരങ്ങളാണ് ഇല്ലേ? പക്ഷെ കൃഷ്ണന് 2 കരങ്ങളേ ഉള്ളൂ, ബലരാമന് 2 കരങ്ങളേ ഉള്ളൂ. വിഷ്ണു രൂപങ്ങൾക്ക് ശംഖചക്ര ഗദാപത്മം ഇല്ലേ? 4 കൈകളിലും 4 ആയുധങ്ങളുണ്ട് ഇല്ലേ? പക്ഷെ കൃഷ്ണന് ഒരേ ഒരു ആയുധം മാത്രം, ഓടക്കുഴല് മാത്രമേ ഉള്ളൂ ഇല്ലേ? അപ്പം ഈ ഭഗവാൻ തന്നെയാണ് വ്യത്യസ്ത രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും ലീലകൾക്കനുസരിച്ചിട്ട് അതിന് ശാരീരികമായിട്ട് വ്യത്യസ്തത ഉണ്ടാവും. പക്ഷെ എല്ലാത്തിൻ്റെ ഉറവിടം ആരാണ്? അത് പ്രകാശ വിഗ്രഹമായാലും വിലാസ വിഗ്രഹങ്ങളായാലും ഒക്കെ ഭഗവാൻ തന്നെയാണ് അതിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ ഉറവിടമെന്ന് പറയുന്നത്. ഇതൊക്കെ ഭഗവാന്റെ യഥാർത്ഥ രൂപത്തിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് മാത്രം. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോകം 69-70. ഏകായി വിഗ്രഹായതി ഹയ ബഹുരൂപ ആകാരേത ഭേദനാഹി ഏകൈ സ്വരൂപ महिषी विवाहे ऐच्छे ऐच्छे कैलरास इहाके कहिए कृष्णेर मुख्य प्रकाश. हरे कृष्ण. ഹരേ കൃഷ്ണ. വായിക്കും. ഏകൈ വിഗ്രഹായ ദേഹായ ബഹുരൂപ ആകാരത ഭേദനാഹി ഏകൈ സ്വരൂപ महिषी विवाहे ऐच्छे ऐच्छे कैलरास इहाके कहिए कृष्ण रे मुख्य प्रकाश. हरे कृष्ण. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഏകൈ വിഗ്രഹായ ദേഹായ ബഹുരൂപ ആകാരതേ ദേഹനാഹി ഏകൈ സ്വരൂപ മഹർഷി വിഭാഗേ യച്ച് കൈലാസരാസ ഇഹാകേ കഹിയേ കൃഷ്ണരേ മുഖ്യ പ്രകാശ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഏകൈ വിഗ്രഹായ ദേഹായ ബഹുരൂപ ആകാരേത ഭേദനാഹി ഏകൈ സ്വരൂപ महिषी विवाहे ऐच्छे ऐच्छे कैलरास इहाके कहिए कृष्णेर मुख्य प्रकाश. ഏക ഏക ഈ അതേ ഒന്ന് തന്നെ, വിഗ്രഹ വ്യക്തി, യതി എങ്കിൽ, ഹയ ആയിത്തീരുന്നു, ബഹുരൂപ അനേകം രൂപങ്ങൾ, ആകാരെ ആവിർഭാവത്തിൽ, ത തീർച്ചയായും, ഭേദ വ്യത്യാസം, നാഹി ഇല്ല, ഏക ഈ ഒന്ന്, സ്വരൂപ വ്യക്തിത്വം, महिषी ദ്വാരകയിലെ രാജ്ഞിമാരൊത്ത്, വിവാഹേ വിവാഹത്തിൽ, ഐച്ഛേ ഐച്ഛേ അതേ വിധത്തിൽ, കൈല അദ്ദേഹം ചെയ്തു, രാസ രാസനൃത്തം, ഇഹാക്കെ ഇത്, കഹിയെ ഞാൻ പറയുന്നു, കൃഷ്ണേര കൃഷ്ണന്റെ, മുഖ്യമായ, പ്രകാശ പ്രത്യക്ഷമായ രൂപങ്ങൾ. ഇവിടെ അദ്ദേഹം എന്ന് പറയില്ല, ഭഗവാനെ അവിടുന്ന് അങ്ങ് എന്ന് സംബോധന ചെയ്യുള്ളൂ. വിവർത്തനം. ശ്രീകൃഷ്ണ ഭഗവാൻ 16,000 രാജ്ഞിമാരെ വിവാഹം ചെയ്തപ്പോഴും രാസനൃത്തം നടത്തുമ്പോഴുമെല്ലാം സംഭവിച്ചതുപോലെ ഭഗവാൻ സ്വയം ഒരേപോലെയുള്ള അനേക രൂപങ്ങളിൽ വിസ്തരിക്കുമ്പോൾ അത്തരം രൂപവിസ്തരണങ്ങളെ പ്രകാശ വിഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പം നമുക്കറിയാം, ദ്വാരകയിലെ പത്നിമാരെ 16,000 രാജ്ഞിമാരെ ദ്വാരകയിൽ വെച്ചിട്ടാണ് വിവാഹം ചെയ്യുന്നത് അല്ലേ? അപ്പം 16,000 പേർക്കും 16,000 കൃഷ്ണൻ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആ കൃഷ്ണന്റെ രൂപത്തില് ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഭഗവാൻ തന്നെ സ്വയം 16,000 വിസ്തരണം ചെയ്യുകയായിരുന്നു. അപ്പൊ ഇത് ഭഗവാനല്ലാതെ വേറെ ആർക്കെങ്കിലും ഇത് സാധ്യമാകുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാനെ ഭഗവാൻ എന്ന്
സംബോധന ചെയ്യുന്നത് ഭഗവാൻ ഭഗവാനാകുന്നതും അതുകൊണ്ടാണ്. വേറെ ആർക്കും ഇത് സാധിക്കില്ല. അപ്പൊ ഭഗവാൻ സ്വയം അനേകം രൂപങ്ങളിൽ വിസ്തരിക്കുമ്പോൾ അങ്ങനെയുള്ള രൂപവിസ്തരണങ്ങളെ പ്രകാശ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നു. അതായത് ഭഗവാൻ തന്നെ അനേകമായിട്ട് സ്വയം വിസ്തരിക്കുക. അവിടെ ശാരീരികമായിട്ടോ ഒന്നും യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഉണ്ടാവില്ല. ഇനി അടുത്തത് 71-ാമത്തെ ശ്ലോകം. ചിത്രം ബദൈ തദേകേന വപുഷാ യുഗപദക് പൃഥക് ഗൃഹേഷു ദൃഷ്ട്യസാഹസ്രം സ്ത്രീയ ഏകൗദാവഹത്. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിക്കൂ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. വായിച്ചോ മാതാജി, വായിച്ചു. ചിത്രം ബദൈതേകേന ബഹുശാ യുഗപത് ഗൃഹേഷു ദൃഷ്ടസഹസ്രം സ്ത്രീയ ഏക ഉദാവഹത്. ഹരേ കൃഷ്ണ. യുഗപത് പൃഥക് എന്നാണ്. യുഗപത് പൃഥക്. യുഗപത് പൃഥക്. ഉദവഹ്. യുഗപത് പൃഥക്. ഗൃഹേഷു ദൃഷ്ടാസഹസ്രം സ്ത്രീയ ഏക ഉദാവഹത്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ചിത്രം തദേകേന പപുഷാ യുഗപത് പൃഥക് ഗൃഹേഷു ദൃഷ്ടസാഹസ്രം സ്ത്രീയ ഏക ഉദാവഹത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചിത്രം ബദൈതദേകേന വപുഷാ യുഗപത് പൃഥക് ഗൃഹേഷു ദൃഷ്ടസാഹസ്രം സ്ത്രീയ ഏക ഉദാവഹത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ ചിത്രം കൃഷ്ണ. ചിത്രം ബദേ തദേകേന ബഭൂഷാ യുഗപദക് പൃഥക് ഗൃഹേഷു ദൃഷ്ടസാഹസ്രം സ്ത്രീയ ഏക ഉദാവഹത്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ചിത്രം അതിശയകരം. ബദ അഹോ ഏതത് ഇത് ഏകേന ഒന്നിനാൽ വപുഷ രൂപം യുഗപത് ഒരേ സമയം പൃഥക് പ്രത്യേകമായി ഗൃഹേഷു ഗൃഹങ്ങളിൽ സഹസ്രം 16,000 സ്ത്രീയ എല്ലാ രാജ്ഞിമാരും ഏകഹ ഒരു ശ്രീകൃഷ്ണൻ ഉദാവഹത് വിവാഹം കഴിച്ചു. വിവർത്തനം. അദ്വിതീയനായ കൃഷ്ണൻ 16,000 രൂപ വിസ്തരണങ്ങൾ കൈക്കൊണ്ട് അവരവരുടെ ഗൃഹങ്ങളിൽ 16,000 സ്ത്രീകളെ വിവാഹം കഴിച്ചത് അത്ഭുതകരം തന്നെ. ഇത് ശ്രീമദ് ഭാഗവതം 10ാം സ്കന്ധത്തിലെ ശ്ലോകമാണ്. അത് ശ്രീകൃഷ്ണ ഭഗവാൻ ദിവ്യനാണ്, അദ്വിതീയനാണ്, ശ്രേഷ്ഠനാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു കൃഷ്ണൻ 16,000 സ്വയം വിസ്തരിച്ചിട്ട് ഓരോ ഗൃഹങ്ങളിലും ഇല്ലേ പത്നിമാരോടൊപ്പം കഴിച്ചു കൂട്ടുക. സാധാരണ ഭൗതിക ലോകത്തിലെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ ഭഗവാന് ഓരോ പത്നിമാരുടെ ഒപ്പം എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ കാര്യങ്ങളിൽ, അതെ, ഗൃഹഭരണ കാര്യങ്ങളിൽ, അവിടെ എല്ലായിടത്തും. ഇത് വേറെ ആർക്കാണ് സാധിക്കുക? സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലാതെ വേറെ ആരെ കൊണ്ട് ഇത്തരത്തിൽ വിസ്തരണം ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാനായിട്ട് തന്നെ നിലകൊള്ളുന്നത്. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോകം. രാസോത്സവ സംപ്രവൃത്തോ ഗോപി മണ്ഡല മണ്ഡിതഃ യോഗേശ്വരേണ കൃഷ്ണേന താസാം മധ്യേ ദ്വയോർദ്വയോഃ. നമോ ഭഗവതേ വാസുദേവായ. രാസോത്സവ സംപ്രവൃത്തോ ഗോപീ മണ്ഡലമണ്ഡിത യോഗേശ്വരേണ കൃഷ്ണേന താസാം മധ്യേ ദ്വയോർദ്വയോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാസോത്സവ ഹരേ കൃഷ്ണ ചൊല്ലിക്കോളൂ. രാസോത്സവ സംപ്രവൃത്തോ ഗോപി മണ്ഡല മണ്ഡിത യോഗേശ്വരേണ കൃഷ്ണേന താസാം മധ്യേ ദ്വയോർദ്വയോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാസ ഉത്സവ, രാസനൃത്തം സംപ്രവൃത്ത ആരംഭിച്ചിരുന്നു. ഗോപി മണ്ഡല ഗോപികമാരുടെ സംഘങ്ങളാൽ, മണ്ഡിത അലങ്കരിച്ചു, യോഗ ഈശ്വരേണ എല്ലാ യോഗശക്തികളുടെയും ഈശ്വരനാൽ, കൃഷ്ണേന കൃഷ്ണ ഭഗവാനാൽ, താസാം അവരുടെ, മധ്യത്തിൽ ദ്വയോദ്വയോ രണ്ടു വീതമുള്ള,
രാസനൃത്തത്തിന്റെ പ്രാരംഭവേളയിൽ ഗോപസ്ത്രീ യുദ്ധങ്ങളാൽ ചുറ്റപ്പെട്ട യോഗേശ്വരനായ ശ്രീകൃഷ്ണൻ ഓരോ രണ്ടു പെൺകുട്ടികളുടെയും മധ്യത്തിൽ സ്വയം സ്ഥാനം പിടിച്ചു. ഈ ശ്ലോകവും ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അപ്പൊ രാസലീലയിലും ഭഗവാൻ എന്താ ചെയ്ത്? സ്വയം വിസ്തരിക്കുകയാണ് ചെയ്തത്. എത്ര കോടിക്കണക്കിന് ഗോപികമാരാണ് രാസലീലയിൽ പങ്കെടുത്തത്. അപ്പം രണ്ട് ഗോപികമാരുടെ ഇടയില് കൃഷ്ണൻ, ഓരോരുത്തർക്കും തങ്ങളോടൊപ്പം കൃഷ്ണൻ ഉണ്ട് എന്നൊരു തോന്നലാണ് എല്ലാവർക്കും അനുഭവപ്പെട്ടു. അതേസമയം കൃഷ്ണൻ രാധാറാണിയോടൊപ്പവും തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ യോഗേശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണന് മാത്രമാണ് ഇമാതിരിയുള്ള വിസ്തരണങ്ങൾ നടത്താൻ സാധിക്കുക. ഹരേ കൃഷ്ണ. ഇനി 73, 74. പ്രവൃഷ്ടേന ഗൃഹീതാനാം കണ്ഠേ സ്വനികടം സ്ത്രിയഃ യം മന്യേരന്നഭസ്താവത് വിമാനശതസങ്കുലം ദിവൗകസാം സദാരാണാം അത്യ ഉത്സുക്യം ഭൃതാത്മനാം തതോ ദുന്ദുഭയോ നേതുർ നിപേതുർ പുഷ്പവൃഷ്ടയഃ. ഹരേ കൃഷ്ണ. ഹരേ ഓം നമോ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. പ്രവിഷ്ടേന ഗൃഹേതീനാം കണ്ഠേ സനികടം ശ്രേയം യം മനേന്യപസ്താത് വിമാനശതസങ്കുലം ദിവൗകസം സദാരാണാം പ്രത്യാത്മന തതോ ദുന്ദുഭയോ ദുർനിത്യ പുഷ്പവൃഷ്ടയ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ പ്രവിഷ്ടന്യ ഗൃഹീതാന കണ്ഠേ സ്വനികടം ശ്രീയ യമ്മന്യേരന്നപസ്താവാത് വിമാനശതസങ്കുലം ദിവൗകസാം സാധാരാണാം അത്യൗത്സുക്യ ഭൃതാത്മാനം തതോ ദുന്ദുഭയോ നേതുർ നിവേദോ പുഷ്പവൃഷ്ടയഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ചൊല്ലട്ടെ മാതാജി. ഞാൻ ചൊല്ലിക്കോളൂ. പ്രവിഷ്ടേന ഗൃഹീതാനാം കണ്ഠേ സുനികടം ശ്രിയഃ യമ്മന്യേരന്നഭസ്താദാത് വിമാനാശതസങ്കുലം ദിവൂകസാം സദാരാണാം അത്യുത്സുക്യ ഭൃതാത്മനാം തതോ ദുന്ദുഭയോ നേതുർ നിപേതു പുഷ്പവൃഷ്ടയഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രവൃഷ്ടേന പ്രവേശിച്ചിട്ട്, ഗൃഹീതാനം ആലിംഗനബദ്ധരായവരുടെ, കണ്ഠേ കണ്ഠത്തിൽ, സ്വനികടം അവരുടെ തന്നെ വശത്ത് നിന്ന്, സ്ത്രീയഃ ഗോപികമാർ, യം ആരെ, മന്യേരൻ ചിന്തിക്കുക, നഭഃ ആകാശം, താവത് പെട്ടെന്ന്, വിമാനങ്ങളുടെ, നൂറുകണക്കിന്, സങ്കുലം തടിച്ചുകൂടി, ദിവ ഓകസ ദേവന്മാരുടെ, സധാരാണാം അവരുടെ പത്നിമാരോടുകൂടി, അതി ഔത്സുക്യ ആകാംക്ഷയോടുകൂടി, ഭൃത ആത്മന അവരുടെ മനസ്സുകൾ നിറഞ്ഞു. തതഃ അപ്പോൾ, ദുന്ദുഭയഃ ചെണ്ടകൾ, നേതു മുഴങ്ങി, നീപേതു പതിച്ചു, പുഷ്പവൃഷ്ടയഃ പുഷ്പവൃഷ്ടികൾ. വിവർത്തനം. കൃഷ്ണന് ഗോപികമാര് ഇപ്രകാരം ആലിംഗനബദ്ധരായപ്പോൾ കൃഷ്ണൻ തന്നെ മാത്രമാണ് ആലിംഗനം ചെയ്യുന്നതെന്ന് ഓരോ പെൺകുട്ടിയും കരുതി. ഭഗവാന്റെ അത്ഭുതകരമായ ലീല ദർശിക്കുന്നതിന് നൃത്തം കാണാൻ ആകാംക്ഷാഭരിതരായ സ്വർഗനിവാസികൾ സ്വപത്നിമാരോടൊപ്പം അവരുടെ നൂറുകണക്കിന് വിമാനങ്ങളിൽ ആകാശത്തിൽ പറന്നു. അവർ പുഷ്പവൃഷ്ടി ചൊരിയുകയും മധുരതരമായി ദുന്ദുഭികൾ മുഴക്കുകയും ചെയ്തു. രാസലീല സമയത്ത് രാസലീലയിൽ പങ്കെടുക്കാൻ അങ്ങേയറ്റം പരിശുദ്ധരായിട്ടുള്ള ഭക്തർക്ക് മാത്രമാണ് അവകാശമുള്ളത്. അതുപോലെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളില്, അതായത് മഹാപ്രകാശ ലീല പോലുള്ള ലീലകളില് ഇതേപോലുള്ള പരിശുദ്ധ ഭക്തരെ മാത്രമാണ് പങ്കെടുപ്പിച്ചിരുന്നത്. അല്ലാതെ ആർക്കും അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പം ഗോപികമാരെ ഭക്തിയുടെ ഉന്നത തലത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ്. അവർക്ക് മാത്രമേ ആ രാസലീലയിൽ പങ്കെടുക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനും ഭക്തരും തമ്മിലുള്ള ലീലകള് കാണാനായിട്ട് ഉപരിലോകങ്ങളിലുള്ളവരെ വിമാനങ്ങളിൽ ആകാശത്ത് നിരന്നിരുന്നു. കാരണം എന്താ? അവരാരും ശുദ്ധഭക്തരല്ല. അതുകൊണ്ട് അവർക്കാർക്കും ഈ രാസലീലയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. പക്ഷെ അവരിത് ദർശിച്ചിട്ട് ആ സംതൃപ്തി അടയാൻ വേണ്ടിയിട്ട് എല്ലാവരും ആകാശത്ത് തിക്കും തിരക്കും കൂട്ടുകയായിരുന്നു. അപ്പം ആ ഓരോ ഗോപികമാർക്കും തങ്ങളോടൊപ്പം കൃഷ്ണൻ ഉണ്ട് എന്നുള്ള തോന്നലാണ് എല്ലാ ഗോപികമാർക്കും അനുഭവപ്പെട്ടത്. ഇത് ഭഗവാന്റെ ആ വിസ്തരണം കൊണ്ടാണ്. അപ്പൊ അവർക്കും എന്താ തോന്നിയത്? മുകളിലിരുന്ന് ലോകങ്ങളിലുള്ളവരും മുകളിലിരുന്ന് കാണുമ്പോൾ അവർക്കും ഓരോ ഗോപികമാരോടൊപ്പം ഓരോ കൃഷ്ണനും
ആനന്ദ നൃത്തം ചെയ്യുന്നതായിട്ടാണ് അവരും കണ്ടത്. അപ്പൊ അവര് വളരെയധികം സന്തോഷത്തോടെ മുകളിൽ ഇരുന്നു കൊണ്ട് അവര് പുഷ്പവൃഷ്ടി ചൊരിയുകയും അതുപോലെ ദുന്ദുഭിത്തങ്ങള് മുഴക്കുകയും ചെയ്യുകയായിരുന്നു ചെയ്തത്. അങ്ങനെ അവരെ ആനന്ദം അവരെ സ്വയം അനുഭവിക്കുകയാണ് ചെയ്തത്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം. ഇതിലൊന്ന് കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു പോകുന്നത്. ഹരേ കൃഷ്ണ. ഇനി ശ്ലോകം 75. അനേകത്ര പ്രകടത രൂപസൈകസ്യൈകത സർവഥാ തത്സ്വരൂപൈവ സപ്രകാശയിതീര്യതേ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനേകത്ര പ്രകടതാരൂപൈസുക സർവദാ തത്സ്വരൂപൈവ സപ്രകാശ ഇതീരതേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. രൂപസൈകസ്യ ഐകത. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. അനേകത്ര പ്രകടത രൂപസൈകസ്യ ഐകത സർവഥാ തത്സ്വരൂപൈവ സപ്രകാശ ഇതീര്യതേ. ഹരേ കൃഷ്ണ. ഹരേ വിവർത്തനം കൃഷ്ണ. വായിക്കണം മാതാജി. വായിച്ചോളൂ. വിവർത്തനം. ശ്രീല പ്രഭുപാദയ്ക്ക് ജയ്. സവിശേഷതകളിൽ സമമായ എണ്ണമറ്റ രൂപങ്ങൾ ഒരേ സമയം എങ്ങനെ പ്രകടമാക്കുമ്പോൾ അത്തരം രൂപങ്ങൾ ഭഗവാന്റെ പ്രകാശ വിഗ്രഹങ്ങളെന്ന് വിളിക്കപ്പെടുന്നു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദയ്ക്ക് ജയ്. ശ്രീല രൂപ ഗോസ്വാമിയാൽ രചിക്കപ്പെട്ട ലഘു ഭാഗവതാമൃതം 1:21 അതിൽ നിന്നുള്ളതാണ് ഈ ഉദ്ധരണി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പം ഇത് പ്രകാശ വിസ്തരണം എന്ന് പറയുമ്പോൾ അവിടെ രൂപം ഒന്ന് തന്നെയാണ്, അവിടെ ശാരീരികമായിട്ട് ഒരു വ്യത്യാസവുമില്ല. അപ്പൊ സവിശേഷതകളിൽ സമമായ എണ്ണമറ്റ രൂപങ്ങൾ ഒരേ സമയം ഇങ്ങനെ പ്രകടമാക്കുമ്പോൾ അത്തരം രൂപങ്ങൾ ഭഗവാന്റെ പ്രകാശ വിഗ്രഹങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. അതായത് ഭഗവാൻ സ്വയം അനേകമായിട്ട് സ്വയം വിസ്തരിക്കുകയും ചെയ്യുന്നത്, എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഭഗവാനും ആ രൂപങ്ങളും തമ്മിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും കാണുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആ എക്സ്പാൻഷൻ, വിസ്തരണങ്ങളെയാണ് പ്രകാശ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ രാസലീലയില്, പിന്നെ ദ്വാരകയിലെ പത്നിമാരുടെ വിവാഹം ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ 16,108 പത്നിമാരുടെയും ഗൃഹങ്ങൾ, ഇതൊക്കെ പ്രകാശ വിസ്തരണങ്ങളാണ്. അവിടെയൊന്നും ഭഗവാന്റെ ആ രൂപത്തിന് യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല. ഹരേ കൃഷ്ണ. ഇനി ശ്ലോകം 76. ഏക ഈ വിഗ്രഹ കിന്തു ആകാരേ ഹയ ആന അനേക പ്രകാശ ഹയ വിലാസ താര നാമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ഏകൈ കൃഷ്ണ. വിഗ്രഹ ഹിന്ദു ആകാരേഹയ ആന അനേക പ്രകാശഹയ വിലാസധര നാമ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചൊല്ലട്ടെ മാതാജി. ചൊല്ലിക്കോളൂ ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏകൈ വിഗ്രഹ കിന്തു ആകാരേഹയ ആന അനേക പ്രകാശഹയ വിലാസ രാമനാമ. ഹരേ ഓം നമോ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. ഏകൈ വിഗ്രഹ കിന്തു ആകാരേഹയ ആന അനേക പ്രകാരഹയ വിലാസതാര നാമ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഏക ഈ ഒന്ന്, വിഗ്രഹ രൂപം, കിന്തു പക്ഷേ, ആകാരെ ബാഹ്യരൂപത്തിൽ, ഹയ ആകുന്നു, ആന വ്യത്യസ്തം, അനേക അനേക പ്രകാശ പ്രത്യക്ഷങ്ങൾ, ഹയ ആവിർഭവിക്കുക, വിലാസ ലീലാരൂപം, താര അതിൻ്റെ നാമ നാമം. അപ്പൊ ഇവിടെ വിലാസ വിഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അസംഖ്യ രൂപങ്ങൾ തമ്മിൽ നേരിയ വ്യത്യാസം കാണപ്പെടുമ്പോൾ അത് വിലാസ വിഗ്രഹങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. പ്രകാശ വിഗ്രഹങ്ങളില് ഭഗവാന്റെ രൂപങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല. അതേസമയം വിലാസ വിഗ്രഹങ്ങളില് ഭഗവാന്റെ വിസ്തരണവും തമ്മിൽ വ്യത്യാസമുണ്ട്, ശാരീരികമായിട്ട് വ്യത്യാസമുണ്ട്. ഇനി അടുത്ത ശ്ലോകം. സ്വരൂപം അന്യാകാര്യം യത്തസ്യ ഭാതി വിലാസതഃ പ്രായേണാത്മസമം ശക്ത്യാ സ വിലാസോ നിഗത്യതേ. ഹരേ കൃഷ്ണ. 77. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. മാതാജി. സ്വരൂപം അന്യകാരം യത്തസ്യ പാദേ വിലാസദഃ
പ്രായണാത്മസമം ശക്തിയ സ വിലാസോ നിഗദ്യതേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. സ്വരൂപം 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 അന്യ മറ്റ് ആകാരം ശാരീരിക സവിശേഷതകൾ ഏതോ അത് തസ്യ അവിടുത്തെ ഭാതി കാണപ്പെടുന്നു വിലാസത പ്രത്യേക ലീലകൾ പ്രായേണ മിക്കവാറും ആത്മസമം ആത്മസമാനമായ ശക്തിയാൽ സ അത് വിലാസ രൂപം നിഗദ്യതയെ വിളിക്കപ്പെടുന്നു. വിവർത്തനം ഭഗവാൻ തന്റെ അചിന്ത്യ ശക്തിയാൽ വിഭിന്ന സവിശേഷതകളോടുകൂടിയ അസംഖ്യ രൂപങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ അത്തരം രൂപങ്ങൾ വിലാസ വിഗ്രഹങ്ങളെന്ന് വിളിക്കപ്പെടുന്നു. ഭഗവാന്റെ തന്നെ ശക്തി കൊണ്ട് അതായത് വ്യത്യസ്ത രൂപങ്ങളില് വിസ്തരണം ചെയ്യുന്നു. അപ്പൊ അതിനെയാണ് എന്തു പറയുന്നത്? വിലാസ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം. ശ്ലോകം 78. യൈഛേ ബലദേവ പരവ്യോമേ നാരായണ യൈഛേ വാസുദേവ പ്രദ്യുമ്നാദി സംഘർഷണ. ഹരേ കൃഷ്ണ. വിവർത്തനം ബലദേവൻ വൈകുണ്ഠധാമത്തിലെ നാരായണൻ, ചതുർവ്യൂഹ വിസ്തരണങ്ങളായ വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ ഇതെല്ലാം വിലാസ വിഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. നാരായണൻ ചതുർഭുജ രൂപത്തിലാണ്, അതുപോലെ തന്നെ ചതുർവ്യൂഹങ്ങളും എല്ലാം ചതുർഭുജ രൂപത്തിലാണ്. ഇതൊക്കെ വിലാസ വിഗ്രഹങ്ങളാണ്. ശാരീരികമായിട്ട് വ്യത്യാസമുണ്ട്. ഇതെല്ലാം 4 കൈയോടുകൂടിയാണ്. ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ചിട്ടുണ്ട്. അതേസമയം ശ്രീകൃഷ്ണ ഭഗവാൻ 2 കൈയേ ഉള്ളൂ. അതുപോലെ തന്നെ കയ്യില് ഓടക്കുഴൽ മാത്രമാണ്. ഇനി അടുത്തത് 79, 80. ഈശ്വരേര ശക്തി ഹയ ഏതീന പ്രകാര ഏകലക്ഷ്മി ഗണപുരേ മഹിഷി ഗണ ആര വ്രജേ ഗോപി ഗണ ആര സഭാതേ പ്രധാന വ്രജേന്ദ്ര നന്ദന യാതേ സ്വയം ഭഗവാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈശ്വരേര ശക്തി ഹയേതീന പ്രകാര ഏകാലക്ഷ്മി ഗണപുരേ മഹിഷി ഗണ ആര വ്രജേ ഗോപി ഗണ ആര സഭാതേ പ്രധാന വ്രജേന്ദ്ര നന്ദനായാതേ സ്വയം ഭഗവാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവത് ശക്തികൾ 3 വിധത്തിലുണ്ട്. അതായത് ഭഗവാന്റെ ശക്തികൾ ഏതൊക്കെയാണ്? അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തികൾ. ഇത് 3 തരത്തിലുണ്ട്. അതുകൂടാതെ തന്നെ ഭഗവാന്റെ അന്തരംഗ ശക്തിയാണ് ഇവിടെ സഹചാരികളായ യുവതികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് വൈകുണ്ഠത്തിലെ ലക്ഷ്മിമാര്, ദ്വാരകയിലെ രാജ്ഞിമാർ, വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകൾ ഇവരെല്ലാം തന്നെ രാധാറാണിയുടെ എക്സ്പാൻഷൻസ് ആണ്. രാധാറാണിയുടെ വിസ്തരണങ്ങളാണ് ഇവരെല്ലാം തന്നെ. ഇവരിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളതാരാണ്? ഗോപികമാരാണ്. കാരണം എന്താണ്? അവര് പല തരത്തിലുള്ള ലീലകളാണ് ഭഗവാനുമായിട്ട് നടത്തുന്നത്. അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. വ്രജേന്ദ്രനന്ദനും ആദിപുരുഷനുമായ ശ്രീകൃഷ്ണനെ സേവിക്കാനുള്ള പ്രത്യേക അധികാരമുള്ളവരാണ് ഗോപികമാര്. അവര് ഭക്തിയുടെ ഉന്നത തലത്തിൽ എത്തിയവരാണ്. അവർക്ക് വേറെ യാതൊരു തരത്തിലുള്ള മോഹങ്ങളും ഇല്ല. അവർക്ക് എപ്പോഴും അവരുടെ ഉള്ളിലെ ഭഗവാൻ സേവനം, ഇത് 2 കാര്യങ്ങളേ ഉള്ളൂ. എപ്പോഴും ഏതെങ്കിലും തരത്തിലെ ഭഗവാനെ സേവിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് ഗോപികമാരെന്ന് പറയുന്നത്. അവര് ഭക്തിയുടെ ഉന്നത തലത്തിലാണ്, ശ്രേഷ്ഠമായ തലത്തിലാണ് അവര് നിലകൊള്ളുന്നത്. മാധുര്യ പ്രേമത്തിന്റെ മകുട ഉദാഹരണമാണ് ഗോപികമാരെന്ന് പറയുന്നത്. അവർക്ക് പലതരത്തിൽ ഭഗവാനെ സേവിക്കാനുള്ള അവകാശമുണ്ട്. ഗോപികമാര് പല വിഭാഗങ്ങളുണ്ട് ഇല്ലേ? മഞ്ചരിമാരുണ്ട്, അഷ്ടസഖികളുണ്ട്, തരുണിമണികളുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള വിഭാഗങ്ങളാണ് ഉള്ളത് ഗോപികമാർ. അവരെല്ലാം തന്നെ ഭഗവാനെ പലതരത്തില് സേവനം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇതെല്ലാം തന്നെ രാധാറാണിയുടെ വിസ്തരണങ്ങളാണ്. ഇനി അടുത്തത് 81. സ്വയം രൂപ കൃഷ്ണേര കായ വ്യൂഹ താൻഡ്ര സമ ഭക്ത സഹിതേ ഹയ താൻഹാര ആവരണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. സ്വയം ഒരാള് വായിച്ചാൽ മതി. കായവ്യൂഹ തന്മസമാ ഭക്ത സവിദേഹയ താൻഹാര ആവരണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം അവിടുന്ന് സമന്മാരായ ഭക്തരാണ് അവിടുത്തെ സ്വകീയ സഹചാരികൾ. തന്റെ ഭക്തരായ അനുചരന്മാരുടെ ഒത്തുചേർന്ന് അവിടുന്ന് പൂർണ്ണനാകുന്നു.
ഭാവാർത്ഥം ശ്രീകൃഷ്ണനും അദ്ദേഹത്തിന്റെ വിവിധ സ്വകീയ വിസ്തരണങ്ങളും അന്തർലീന ശക്തിയിൽ അഭിന്നരാണ്. ഈ വിസ്തരണങ്ങൾ ഭക്തന്മാരെന്ന് വിളിക്കപ്പെടുന്ന ദ്വിതീയ വിസ്തരണങ്ങളാൽ അഥവാ സേവക വിസ്തരണങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അപ്പം ഭഗവാന് തുല്യരായിട്ടുള്ള ഭക്തരാണ് അവിടുത്തെ ഭഗവാന്റെ അനുയായികൾ എന്ന് പറയുന്നത്, അതായത് സന്തത സഹചാരികൾ എന്ന് പറയുന്നത്. അവരെ മറ്റുള്ളവരോട് ഒത്തുചേർന്ന് അങ്ങനെയുള്ള ഭക്തരോടൊപ്പം ഒത്തുചേർന്ന് ഭഗവാൻ പരിപൂർണനായിട്ട് കാണപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ ഉണ്ടായിരുന്ന പാർഷദരൊക്കെ ഭഗവാന്റെ ഏറ്റവും അടുത്ത ഭക്തരാണ്. അവര് സദാസമയം മഹാപ്രഭുവിനോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം ഏറ്റവും അടുത്ത് ഇടപഴകുന്നവര് ഭഗവാന്റെ ഏറ്റവും അടുത്ത അനുയായികളാണ്. അപ്പം ഭഗവാന്റെ അങ്ങനെയുള്ള വിസ്തരണങ്ങളും എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്നും ഭഗവാന്റെ ആ ശക്തിയിൽ നിന്നും വ്യത്യസ്തരാണ്. ഭിന്നരാണ്, വ്യത്യസ്തരാണോ? അല്ല. ഭഗവാന്റെ ശക്തികളും എല്ലാം ഒന്നു തന്നെയാണ്. ഈ വിസ്തരണങ്ങൾ ഭക്തരെന്ന് വിളിക്കപ്പെടുന്ന ദ്വിതീയ വിസ്തരണങ്ങളാൽ അഥവാ സേവക വിസ്തരണങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഭഗവാന്റെ നിത്യ പാർഷദരെ കൂടാതെ ഭഗവാന്റെ മറ്റു സേവകരുണ്ട്. അതായത് ഇവിടെ നിന്നും സാക്ഷാത്കാരം നേടി പോയിട്ടുള്ള മുക്താത്മാക്കള്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നതാണ് ഭഗവാന്റെ അനുയായ വൃന്ദം എന്ന് പറയുന്നത്, ഭഗവാന്റെ ഭക്ത സമൂഹങ്ങൾ എന്ന് പറയുന്നത്. ഭഗവാനും ഭഗവാന്റെ ഏറ്റവും അടുത്ത ഭക്തരും അതുകൂടാതെ മറ്റു ഭക്തരും ഇവരെല്ലാവരും കൂടെ ചേർന്നെങ്കിൽ മാത്രമേ ഭഗവാൻ പരിപൂർണനാവുകയുള്ളൂ. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നതാണ് സോഴ്സ്, എല്ലാത്തിന്റെയും ഉറവിടം. എത്ര വിസ്തരണങ്ങൾ ഉണ്ടെങ്കിലും എത്ര അവതാരങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ എല്ലാത്തിന്റെയും സോഴ്സ്, ഉറവിടം എന്ന് പറയുന്നത് ആരാണ്? സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമാണ്. അപ്പം ഭഗവാനെ ആ വിഷ്ണു തത്വം ഉണ്ട്, ഭഗവാന്റെ വ്യക്തിപരമായിട്ടുള്ള വിസ്തരണങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പൊ വിഷ്ണു തത്വം ഉണ്ട്, പിന്നെ ജീവതത്വം ഉണ്ട്. നമ്മളും ഇല്ലേ, നമ്മളും ഭഗവാന്റെ അംശമാണ്, നമ്മളും ഭഗവാന്റെ വിസ്തരണം എന്ന് തന്നെ പറയാം, ജീവതത്വങ്ങൾ ഇല്ലേ. അപ്പം നമ്മളുടെ ഉറവിടവും സോഴ്സും ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പം ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, മമൈവാംശ ജീവലോക ജീവഭൂത സനാതന. അതുകൂടാതെ വേറൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അഥമ സൃഷ്ടിയായ മായയെ കൂടാതെ എനിക്ക് ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ശക്തിയുണ്ട്, അത് ജീവാത്മാക്കളാണ് എന്ന്. ഭഗവാൻ നമ്മളെ ഒട്ടും കുറച്ച് കാണുന്നില്ല, നമ്മളെ ശ്രേഷ്ഠമായിട്ടുള്ള ശക്തി എന്നാണ് ഭഗവാൻ നമ്മളെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളും നമ്മളുടെ സോഴ്സ് ആരാണ്? ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ വിസ്തരണമാണ്. പക്ഷെ നമ്മൾ ഭഗവാനാവുന്നുണ്ടോ? ഇല്ല. നമ്മള് ഭഗവാന്റേത് മാത്രമാണ്, ഭഗവാനല്ല നമ്മൾ. അതാണ് വ്യത്യാസം. നമ്മൾ ഭഗവാന്റേതാണ്. ഭഗവാനാണ്. ഭഗവാന്റെ വിസ്തരണങ്ങളും ഭഗവാൻ തന്നെയാണ്, ജീവാത്മാക്കൾ ഒഴികെ. നമ്മള് ഭഗവാന്റെ അംശം മാത്രമേ ആകുന്നുള്ളൂ. ഭഗവാൻ 100 ആണെങ്കിൽ നമ്മൾ 1 മാത്രമേ ആകുന്നുള്ളൂ. നമ്മൾ ഭഗവാനെ സേവനം ചെയ്ത് നമ്മളിലെ ഭഗവാന്റെ ആ ഗുണങ്ങൾ, ദൈവിക ഗുണങ്ങൾ നമ്മളിലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പക്ഷേ നമ്മളുടെ സോഴ്സ് എന്ന് പറയുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് നമ്മൾ ഭഗവാനാകുന്നില്ല, ഭഗവാന്റേത് മാത്രമാണ് നമ്മൾ എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഭക്ത ആദി ക്രമേ കൈലാസഭാര വന്ദന, ഏ സഭാര വന്ദന സർവശുഭേര കാരണം. ഞാനിപ്പോൾ എല്ലാ നിലവാരത്തിലുമുള്ള ഭക്തരെ വന്ദിച്ചു. അവരെ വന്ദിക്കുന്നത് സർവമംഗളകരമാണ്. അതായത് നമ്മളിപ്പോൾ ആദിലീലയിലെ 1-ാമത്തെ ശ്ലോകം ഇവിടെ പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. 1-ാമത്തെ ശ്ലോകം ഏതാണ്? വന്ദേ ഗുരു ഈശഭക്താൻ ഈശം ഈശാവതാരകാൻ തത്പ്രകാശംശ തത്ശക്തിയും കൃഷ്ണ ചൈതന്യ സജ്ഞകം. ആ ശ്ലോകം ഇവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുകയാണ്, കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി എല്ലാവരെയും ആ ശ്ലോകത്തിൽ പറഞ്ഞിട്ടിരിക്കുന്ന ഭക്തശക്തി, ഭക്താവതാരങ്ങള്, ഭഗവാൻ, ഭക്തർ, ഇവരെ കുറിച്ചിട്ടെല്ലാം ഈ ശ്ലോകത്തിൽ കൂടി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പം 1-ാമത്തെ ശ്ലോകം 81 ശ്ലോകങ്ങളിൽ കൂടി നമ്മൾ മനസ്സിലാക്കി. ഭഗവാന്റെ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിന് മുൻപ് ഒരുവൻ ആദ്യം അവിടുത്തെ ഭക്തർക്കും സഹചരർക്കും പ്രാർത്ഥനകൾ അർപ്പിക്കണം. അതുകൊണ്ടാണ് ഇവിടെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഇവരെ എല്ലാവരെയും വന്ദിച്ചിട്ട് അടുത്ത ശ്ലോകത്തിൽ കൂടിയാണ് നമ്മൾ മഹാപ്രഭുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. പ്രഥമ ശ്ലോകേ കഹി സാമാന്യ മംഗളാചരണ, ദ്വിതീയ ശ്ലോകേ ദേ കരി വിശേഷ വന്ദന.
അപ്പൊ ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു മംഗളാചരണം. മംഗളാചരണമാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ. അതായത് ഭഗവാനും ഭഗവാന്റെ ഭക്തർക്കും എല്ലാം നമ്മൾ പ്രണാമം അർപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ശ്ലോകത്തില് പ്രത്യേകിച്ച് ഭഗവാനെ വന്ദനം ബഹുമാനം, രണ്ടാമത്തെ ശ്ലോകത്തിൽ കൂടി. ആദ്യത്തെ ശ്ലോകത്തില് നമ്മൾ എല്ലാവരുടെ അനുഗ്രഹത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ് ചെയ്തത്, എല്ലാവരെയും വന്ദിച്ചു. പക്ഷെ രണ്ടാമത്തെ ശ്ലോകത്തില് ഭഗവാനോട് പ്രത്യേകമായിട്ട് അനുഗ്രഹത്തിനായിട്ട് അപേക്ഷിക്കുകയാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ചെയ്യുന്നത്. അത് നമുക്ക് സുപരിചിതമായിട്ടുള്ള ശ്ലോകമാണ്. നമ്മൾ ആദ്യ ലീലയില് രണ്ടാമത്തെ ശ്ലോകം നമ്മൾ മനസ്സിലാക്കിയതാണ്. വന്ദേ ശ്രീകൃഷ്ണ ചൈതന്യ നിത്യാനന്ദോ സഹോദിതോ ഗൗഡോദയേ പുഷ്പവന്തോ ചിത്രൗ ശന്തോ തമോനുദോ. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, സമയം തീർന്നു.